പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 50-ാമത്തെ വാക്യം. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഈശോയിൽ പ്രിയരെ, ആ പ്രവചനം ഫലമണിയുക ദൈവീക രഹസ്യങ്ങളുടെ കലവറയും യേശു രഹസ്യങ്ങളിലൂടെ യാത്ര ചെയ്ത് ഈശോയുടെ തിരുമുഖ ദർശനവും ആരാധനയും സംഭവിക്കുന്ന ദൈവവചന കേന്ദ്രീകൃതമായ ജപമാല പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയുടെ ചൈതന്യത്തോടെ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ്. അന്മാരുടെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ജോസ് മരിയ എസ്ക്രീവ പറയുന്നു, ജപമാല അതിശക്തമായ ആയുധമാണ്. ആത്മവിശ്വാസത്തോടെ ഉപയോഗിച്ചാൽ അതിൻ്റെ ഫലം നിന്നെ അത്ഭുതപ്പെടുത്തും. വിശുദ്ധ ജോൺ ബോസ്കോ ഓർമ്മിപ്പിക്കുന്നു, ജപമാല പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും വലിയ സമാധാനവും ശാന്തതയും ഉണ്ടാവും. സഹോദരങ്ങളെ, ജപമാല വിശ്വാസത്തോടെ, ഭക്തിയോടെ, ഹൃദയ നൈർമല്യത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നാം ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും ആധിപത്യം ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും ഉറപ്പിക്കുകയാണ്. ഫോയർബാക്ക് വിശ്വാസിയല്ല, ആ തത്വജ്ഞാനി പറഞ്ഞു, ദൈവമാതാവിലുള്ള വിശ്വാസം ക്ഷയിക്കുമ്പോൾ ദൈവപുത്രനിലും പിതാവിലുമുള്ള വിശ്വാസവും ക്ഷയിക്കും. വിശുദ്ധ പാദ്രി പിയോ ഓർമ്മിപ്പിക്കുകയാണ്, ജപമാല ഈ കാലഘട്ടത്തിനു വേണ്ടിയുള്ള നാം ധാരാളമായി ഉപയോഗിക്കേണ്ട ആയുധവുമാണ്. ഈശോയിൽ സഹോദരങ്ങളെ, ഈ ലോകയാത്രയിൽ ജപമാല നമ്മുടെ സ്വർഗീയ ആയുധമായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നത് വഴി, ദൈവമാതാവിനോടുള്ള ഭക്തിയിൽ വളരുന്നത് വഴി, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുന്നത് വഴി നാം യേശുവിനെ കൂടുതൽ സ്നേഹിക്കാനും ഈശോയോട് കൂടുതൽ അടുക്കാനും ക്രിസ്തുനാഥന് പ്രതിഷ്ഠിക്കപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കാനും പ്രാപ്തരും കൃപയുള്ളവരുമായി തീരുന്നു. 11-ാം പീസ് പാപ്പ പറഞ്ഞു, ജപമാല തിന്മയുടെ പൈശാചിക അരൂപികളെ ആട്ടിപ്പായിക്കുന്നതിനുള്ള അതിശക്തമായ ആയുധമാണ്. വിശുദ്ധ ജോസ് മരിയ എസ്ക്രീവ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, നന്മ നിറഞ്ഞവളെ സ്വസ്തി എന്ന് ആവർത്തിച്ചുള്ള പ്രാർത്ഥന നമ്മുടെ പാപങ്ങളെ, അവയുടെ സാഹചര്യങ്ങളെ വിശുദ്ധീകരിക്കുന്നു. വിശുദ്ധ ജോൺ പോൾ പാപ്പ പറഞ്ഞു, എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഒരുമിച്ച് ജപമാല ചൊല്ലുന്ന കുടുംബങ്ങൾ എത്ര മനോഹരം. ദൈവമക്കളെ, പരിശുദ്ധയമ്മയുടെ സ്തോത്രഗീതം ഒരിക്കൽ കൂടി ഓർക്കാം. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ജപമാല നമ്മെ പരസ്പരം ബന്ധിപ്പിക്കുന്നു, ദൈവജനത്തെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്നു. ഓരോ പ്രാവശ്യം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴും കർത്താവിൻ്റെ ദൂതൻ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പരിശുദ്ധ അമ്മയോട് പറഞ്ഞതുപോലെ വ്യക്തികളോടും കുടുംബങ്ങളോടും സമൂഹത്തോടും പറയും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ദൈവത്തിൻ്റെ ജനമേ, ഈ വചനം കേൾക്കുന്ന ഏവരെയും ബെത്ലഹേമിലെയും നസറത്തിലെയും ഉണ്ണിയേശു അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.